പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കും. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ
നിന്റെ കണ്ണീനിരുകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളുടെ അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു തന്നെ നമ്മളെ നിർബന്ധിച്ച് ഇരുട്ടുകടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പം ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ 10 ദിവസത്തിൻ്റെ 2 10 ദിവസം 3 പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന്. ജനങ്ങളങ്ങനെ പലതും പറയും, പക്ഷെ നിനക്ക് കൃത്യമായ അറിവിൽ ബോധ്യവും ഉണ്ടാകണം. അറിവ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് 10 ദിവസത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നിപ്പോൾ പറയണത് നേരെ ചോദ്യം നമ്മുടെ മുഖത്തേക്ക് വരിക. എന്താ പറയണത്? മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ, അതായത് ഞാൻ അപ്പൊ 10 ദിവസം ഒരു ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ 10 ദിവസം പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ അത് 10 ദിവസത്തിൻ്റെതായിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറയണ്ട, എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അതാണ് 10 ദിവസത്തിന്റെ ആയിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറഞ്ഞ എന്താണ്? ഇപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പോഴും 10 ദിവസം പറയും അത് വെളിപാടാണ്, എനിക്ക് നീയാണ് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അധികാര സ്ഥാനം തരേണ്ട ആളെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈശോയ്ക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 12 അണ്ണന്മാരുണ്ടല്ലോ, 12 അണ്ണന്മാർ വന്നിട്ട് ഇവരിൽ സീനിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസിനാണ് താക്കോൽ കൊടുക്കേണ്ടത്. അന്ത്രയോസാണ് ആദ്യം വന്ന കക്ഷി. അന്ത്രോസ് പോയി 10 ദിവസം വിളിച്ചോണ്ട് വരികയാണ്. 10 ദിവസം വിളിച്ചോണ്ട് വന്നതിന് ഇപ്പൊ താക്കോൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസവും കുറച്ച് വിവരവും കൊണ്ടൊക്കെ ഉള്ളത് യോഹന്നാനെയാണ്. അടിപൊളി സുവിശേഷമല്ലേ, കണ്ടില്ലേ? 2000 കൊല്ലം കഴിഞ്ഞിട്ടും വായിച്ച് പിന്നെയും ആഴങ്ങളിലേക്ക് പോയി യോഹന്നാൻ. അപ്പം അറിവ് ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിലൊക്കെ അറിവ് നോക്കാനാണെങ്കിൽ യോഹന്നാനെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽസ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഈശോ പറഞ്ഞ് താക്കോൽ സ്ഥാനം തരേണ്ടത് അധികാരം അപ്പനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അത് ഈശോയുടെ ഒരു നിലപാടാണത്. ഞാനല്ല, നിനക്ക് പണ്ട് സെബദി പുത്രന്മാരോടും പറയുമ്പോൾ എന്താ പറയണത്? ഞാനല്ല, എൻ്റെ ഇടത്തോ വലത്തോ ഇരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണെന്ന് പറയും, പിതാവായ ദൈവമാണെന്ന് പറയും. അത് തന്നെ ഇപ്പോഴും പറഞ്ഞിരിക്കണത്. അപ്പയോട് ചോദിക്കണം, അപ്പ ഇതിൽ ആരാണ് 12 പേരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിക്കും. എന്താണ് അതറിയാൻ വേണ്ടിയാണ് ഈശോ ചോദ്യം എടുത്തത്. അതായത് അധികാരം വരണത് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വരണത്. പക്ഷെ ഈ അറിവെന്ന് പറയണത് പുസ്തകം വായിച്ച ഗവേഷണം നടത്തുന്ന അറിവല്ല. അഭിഷേക വിധി പ്രകാരമുള്ള അറിവുണ്ട്. പുസ്തകം വായിക്കുന്നതും ഗവേഷണം നടത്തുന്ന അറിവ് തന്നെയാണത്, ബേസ്മെൻ്റാണ്. പക്ഷെ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. വായിച്ചാൽ മനസ്സിലാക്കിയിരിക്കാന്നേ ഉള്ളൂ. മറ്റേ അഭിഷേക വിധി പ്രകാരം അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ചൂട് പൊട്ടറ്റോ കിട്ടിയ പോലെയാണ്. അത് കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൻ അപ്പത്തിന് ആർക്കും കൊടുക്കും. അതുപോലെ കൈമാറ്റം ചെയ്യും. അതാണ് ഈ ലൈബ്രറി നോളജിൻ്റെ പ്രശ്നം. കൈമാറ്റം ചെയ്യാൻ പാടായിരിക്കും. അവനത് ആർജിച്ചെടുക്കണതല്ലേ. മറ്റത് പിതാവ് നൽകണതാണ്. പിതാവ് നൽകുന്നത് കാണുമ്പോൾ അത് അഭിഷേക വിധിപ്രകാരമാണ്. അത് കൈമാറ്റം ചെയ്യാൻ പറ്റും. കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുമ്പോഴും ഈ അഭിഷേക അറിവിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതായത് ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണെന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അപ്പോൾ ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണ്.
കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിഥിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്തുവില് ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, എല്ലാത്തരം മനുഷ്യരും ക്രിസ്തു സംരംഭനാണെന്നുള്ളതാണ്. അപ്രോച്ചബിളാണ്, അപ്രിഹെൻഡഡ് ആണ്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രാതിഭാസിക ജ്ഞാനമില്ലേ, അതിൻ്റെ ആ പ്രക്രിയകളോട് തന്നെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, കഴിവനുസരിച്ചാണ്. അവിടെ നിന്ന് ഓരോരുത്തർക്കും തൻ്റെ കഴിവനുസരിച്ചെന്നല്ലേ കർത്താവ് പറയണത്. മത്തായി 25:15 അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ ഈ നമുക്ക് ദൈവം നൽകുന്ന മോഡ് ഓഫ് ഗിവിങ് അങ്ങനെയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇതുപോലെയാണ്. അവനവൻ്റെ കഴിവനുസരിച്ചാണ്. അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ ദൈവസ്നേഹം, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ പ്രത്യാശ, അവന് വേണ്ടിയുള്ള അവനവൻ്റെ സാക്ഷ്യ ജീവിതം, അവനവൻ്റെ കൈമാറ്റ പ്രവേഗം. കർത്താവിന് കൈമാറണം എന്നുള്ള പ്രവേഗമുള്ളവനാണ്, അതിൻ്റെ ആണ് കഴിവെന്ന് പറയുന്നത്. അതനുസരിച്ച് അവൻ കർത്താവിന് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് പറയണതായിരിക്കും നാളെ പറയണത്. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചൊന്നും അനുഭവം ആയിരിക്കത്തില്ല അടുത്ത കൊല്ലം ഈ നാളിലുള്ള അനുഭവം. നിന്റെ അനുഭവങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ നീ ഒരു പോക്കീസ്, സംശയമില്ല. ദൈവം പഠിപ്പിക്കാത്ത വ്യക്തി ശമയോൻ മാംസമോ രക്തമോ അല്ല, എൻ്റെ സുഹൃത്തനായ പിതാവാണെന്ന് എന്നെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോഴ് ശമയോനോടത് പറഞ്ഞെങ്കിലേ അവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയണത്. അത് കാലത്തിനൊപ്പം കർത്താവിനെ കുറിച്ചുള്ള അറിവ് അനുഭവവും വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് അധികാരത്തിലേക്ക് പോണത്. അധികാരമായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, അനുഗ്രഹം. മനുഷ്യന് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്താണ്? അനുഗ്രഹം. പിന്നെന്താണ്? അഭിഷേകം. അഭിഷേകം കഴിഞ്ഞ അധികാരം. അപ്പം അറിവാണ് ഈ അധികാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അധികാരമാണെന്ന് അറിയാമോ? ആത്മാവിൽ അധികാരമാണ്. ഇപ്പം ചെറിയ പറയത്തില്ലേ, ഇപ്പം ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനോട് പറഞ്ഞ്, അയാൾ അറബി ഡിസ്മിസ് ചെയ്ത് അയാളുടെ ഓഫീസിൽ നിന്ന് ബിസായും കട്ടാക്കി കളഞ്ഞു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കിയിരുന്നു. ഇയാളെ വന്ന് ഈ സങ്കടം പറയുമ്പോൾ ഞാൻ അമ്മയുടെ രൂപത്തിൽ ഇങ്ങനെ തൊട്ടും പറഞ്ഞ്, ഞാൻ ഇവനെ കയറ്റി വിടുകയാണെന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഇവന് ജീവിക്കാൻ മാർഗമില്ല. ഇവൻ്റെ വിസ എക്സ്പയർ അല്ല, അത് കട്ട് ചെയ്തിരിക്കണതാണ്. അവൻ 19,000 രൂപ മറ്റേ മുടക്കി, കാശില്ലാത്ത കാശ് മുടക്കി അവൻ പോയി. അവന് ജോർദാനിൽ ജോലി കിട്ടി. ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി അവിടെ അറബിയിൽ ജോലി ചെയ്തതിന് ശേഷം വേറെ ഒരു ഫാക്ടറി ജോലി ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് വിസ ഒപ്പിച്ചു. അപ്പോൾ വെച്ചാൽ അത് ഏത് സമയത്തും പിടിക്കപ്പെടാം. പക്ഷേ ആ ഒരു മനുഷ്യന് വേണ്ടി ആ സമയത്ത് അധികാരത്തോടെ പറയാൻ കഴിയണത് നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തെ ജീവിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തല ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു മോള് നിൽക്കണത് കഥ ഞാൻ പറഞ്ഞില്ലേ, ദിവസങ്ങൾ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ഒരു പ്രേക്ഷിതയാണ് പറഞ്ഞത്, എന്ത് പറ്റും മോളെ ഇവിടെ നിൽക്കാൻ കാര്യം? അപ്പോൾ അവൾ പമ്മി, അവൾ അബോർഷന് വേണ്ടി ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ പ്രേക്ഷിത പറഞ്ഞ്, കാര്യം 2 വീട്ടിലും, ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ, അവളുടെ വീട്ടിൽ പ്രസവം 2ാമത്തെ കുഞ്ഞിനാണ് ഇതിപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത്.
ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് എൻ്റെ കടങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മ വേല എടുത്തിട്ട് പിന്നെ രണ്ടാമതൊക്കെ അമ്മക്ക് ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ അമ്മ നിൽക്കണം, അവിടെയും പറ്റത്തില്ല. അപ്പം രണ്ടുപേരും വീട്ടുകാർ കൈ ഒഴിഞ്ഞ കാരണം അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോഴൊരു പ്രേക്ഷിത കണ്ടുപിടിക്കണം അവളുടെ പരിഗണന കണ്ടപ്പോൾ നീ എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഒരു പരിചയമില്ലേ, വിലകാരെ ചോദിച്ചതാണ്. അതാണ് അധികാരം എന്ന് പറയണത്. പറഞ്ഞ് ഇതാണ് അവസ്ഥ, നീ എൻ്റെ കൂടെ പോര്. ആ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റത്, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. കാര്യം മരണം വരെ നീ അതിന് സമാനം പറയേണ്ടി വരും ദൈവത്തോട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി 46 കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കണം കാണുന്നില്ലേ? ഇനിയൊരു കുഞ്ഞിനെ കിട്ടുന്നത് എന്താ ഉറപ്പ്? ഈ ഇരിക്കണ കുഞ്ഞ് നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്? ഇങ്ങനെ പടാന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി. അധികാരം എന്ന് പറയുന്നത് അറിവ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ വർദ്ധിക്കുമ്പോൾ അധികാരം വർദ്ധിക്കണം. എൻ്റെ ദൈവത്തിലെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചു പോയിട്ട് ഒന്നും കാണിക്കാനില്ല. അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. രണ്ടാമത്തെ അഭിഷേകകാലം, കർത്താവിൻ്റെ അറിവ് നമുക്ക് 10 വർഷം കൂടെ കിട്ടുന്നത്. മൂന്നാമത്തത് അധികാരകാലം കർത്താവിന് വേണ്ടി. എന്നെ ഈ അൾത്താരയിൽ ഒരു നിമിഷം നിൽക്കാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിനു. ഞാൻ തോട്ടക്കര ഇടവകയിൽ നിന്നും വരുന്നു, മൂവാറ്റുപുഴ. ഞാൻ 2024 മാർച്ചിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അവരുടമ്പടി എടുക്കാനായിട്ട് മേഖലയിലേക്ക് പോയി. ഞാൻ താഴെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ആ സൈഡിലൊരു ലൈൻ കണ്ടു. ഞാനും ആ ലൈനിൽ കയറി നിന്നു. അപ്പോൾ അച്ഛൻ അവിടെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് ഒരു കപ്പൂജി അച്ഛനാണ്. അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് പറയാനുള്ളത്, നിനക്ക് എന്ത് ആഗ്രഹമാണെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു കൂട്ടുകാരി UK യിലുണ്ട്, അപ്പം അവളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഉടമ്പടി എടുത്തില്ല എന്ന് പറഞ്ഞു. നീ ഉടമ്പടി എടുത്തില്ല എങ്കിൽ ഇതിലെ കറങ്ങി നടക്കത്തേ ഉള്ളൂ, നിനക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ ബ്ലെസ് ചെയ്ത് കൂടെ മാറി നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പേടിയാണ്. ശരിക്കും അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ, ഇനി വരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥകളെല്ലാം അറിയാമല്ലോ, അവിടുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പുസ്തകവും മേടിച്ചു, തിരിയും മേടിച്ചു, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. മെയ് മാസമായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം, നീ ഉടമ്പടി എടുക്കുന്നു, നീ ഒന്നും കൂടി വാന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വേറൊരു കൂട്ടുകാരിയോട് അവിടെ വെച്ച് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിൽ പറഞ്ഞെന്നാൽ ഹസ്ബൻഡ് സമ്മതിക്കുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ ഞാനും പോരാം, നമുക്ക് 2 പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയും പോരുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പ്രത്യേകിച്ച് എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2024 മെയ് മാസം 24-ാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ഓഗസ്റ്റ് ജൂലൈ ഒക്കെ ആയപ്പോൾ എന്നോടൊരു ഏജൻറ്റ് പറഞ്ഞു, സിനു ഇറ്റലിക്ക് പോകാനായിട്ട് ഒരു വേക്കൻസി ഉണ്ട്, സിനു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വെച്ച് നോക്ക്, കിട്ടുവാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ചു പ്രാർത്ഥിച്ച് ഞാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി ഈശോയോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാർച്ചിൽ ആണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ എന്നെ ചേച്ചി വിളിച്ചു. എൻ്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സിനു ഇസ്രായേലിന് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇസ്രായേലിന് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം അത്രയും എമൗണ്ട് എന്നെക്കൊണ്ട് എന്താണെങ്കിലും സാധിക്കില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ച് നോക്ക്, ആ ചേച്ചി ലീവിൽ വന്നിട്ടുണ്ട്, നീ ഒന്ന് വീട്ടിൽ പോയി കണ്ടു നോക്കെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ചേച്ചീനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി, രാത്രിയല്ലേ, ഒറ്റയടിക്ക് അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി, രാവിലെ അൻഷിയേട്ടനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ അൻഷിയേട്ടനോട്, ഹസ്ബൻഡിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളി എന്നാൽ പോയി കണ്ടു നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ചേച്ചീനെ കണ്ടു. ചേച്ചി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് എന്നാലേ സെലക്ഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു. ജൂണിൽ അവർ എന്നെ വിളിച്ചു, ഏജൻസിയിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തോറ്റുപോയി. ഞാൻ മുറി അടച്ചിരുന്ന് കരഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിച്ചത്, നമ്മൾ പൈസയൊന്നും കൊടുത്തില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലുള്ളൂ, അത് ഫെയിലായിപ്പോയാൽ അമ്മ ഇത്രമാത്രം കരയാൻ തന്നെ ഇരിക്കുന്നത്. അമ്മ പ്രാർത്ഥിക്കുന്നത് ഈശോയോടല്ലേ, ഈശോ അമ്മയ്ക്ക് തരാനുള്ളതാണെങ്കിൽ തരും, അമ്മ കരയുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മുട്ടേ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ എൻ്റെ ചേച്ചി വിളിച്ചു, എടി നിനക്ക് ആ ഏജൻസിയിൽ കിട്ടത്തില്ല, ഇല്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ചേച്ചിയുടെ നമ്പർ തരാം, അപ്പോൾ നീ ആ ചേച്ചീനെ ഒന്ന് വിളിച്ച് നോക്ക്, വേറെ ഏജൻസിക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. നീ കരച്ചിൽ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വേറെ ഒരു ചേച്ചി വിളിച്ചു, സിന്ധു എന്ന് പറഞ്ഞ ചേച്ചി വിളിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു, അരമണിക്കൂർ കഴിയുമ്പം ഏജൻസിയിൽ നിന്ന് വിളിക്കും, അപ്പോൾ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. ഓഗസ്റ്റിൽ ഒരു മാസത്തെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞു. ക്ലാസ്സിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ സ്വർണ്ണം ഗോൾഡ് പണയം വെച്ചിട്ട് ഞാൻ ക്ലാസ് കൂടാൻ വേണ്ടി പോയി. ക്ലാസ് കഴിഞ്ഞ് വന്ന് പേപ്പർ വയ്ക്കണമെങ്കിൽ ബാക്കി പൈസയില്ല, 18 ലക്ഷം രൂപയാവും. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ പേപ്പറുകളൊക്കെ വെച്ചു. എന്നോട് അവർ ചോദിക്കുന്നുണ്ട്, നീ വെക്കാത്ത എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൈസ റെഡി ആയില്ല, വെറുതെ കൊണ്ടേ വെച്ചിട്ട് ഈ പൈസയും കൂടി കളയണ്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ടൈം കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഓഫീസിൽ കയറി ചോദിക്കാം, കുറച്ച് ദിവസം എനിക്ക് പ്രേക്ഷിത വേല ചെയ്യണം, താല്പര്യമുണ്ട് എന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ മാനേജറെ കണ്ട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വന്നു പോകുന്നവർക്ക് അതിനുള്ള സൗകര്യമുള്ളവർക്ക് ഇവിടെ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ ചോദിക്കുന്ന വിട്ടു, അഖണ്ഡ ജപമാല റാലിയുടെ കാര്യം. അപ്പോൾ ഞാനും ചോദിച്ചു, ചേട്ടാ എനിക്കും ഇങ്ങനെ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 19-ാം തീയതി ഉണ്ട്, ട്രയലുണ്ട്, എന്നാൽ അതിൽ മോള് പോരുന്നുണ്ടെങ്കിൽ പോരേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ അച്ഛനെ കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, അതിന് നല്ല രേഖകളുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകളും ഇതെല്ലാമായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു, അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഇസ്രായേലിന് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എനിക്ക് പുതുക്കേണ്ട സമയമായി. ഞാൻ ഫെബ്രുവരി 11-ാം തീയതി ഇവിടെ വന്ന് അത് പുതുക്കി. 11-ാം തീയതി പുതുക്കി ഞാനവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെ ഒരു ആൻറ്റി വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു, നിനക്ക് ഇതുവരെ പോകാറായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി അത് സാരമില്ല, ഞാൻ ആ കാര്യം വിട്ടു, എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും വിഷമമില്ല, കാരണം എൻ്റെ ദൈവം എനിക്കതിൽ നല്ലത് തരും, ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയി ആൻറ്റി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്ന് കിടക്കുന്നു, ജോബ് ഓർഡർ വന്ന് കിടക്കുന്നു, മത്താശയും വന്ന് കിടക്കുന്നു. അപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു, സീനു 2 ദിവസത്തിനുള്ളിൽ വിസ വരും, അപ്പോൾ പോകാൻ റെഡി ആകണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ പൈസയൊന്നും ആയിട്ടില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്. ഞാൻ എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ച് എനിക്ക്
സന്തോഷിക്കാൻ പറ്റുന്നില്ല, വിഷമമാണ്. അപ്പോൾ അപ്പോഴും എന്നോട് മോള് പറയുന്നുണ്ട്, അമ്മ വിഷമിച്ച് കസേരയിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അമ്മ എണീറ്റിട്ട് എന്താണെങ്കിൽ പൈസയുടെ കാര്യങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞു. 13 വയസ്സേ ഉള്ളൂ എൻ്റെ മോക്ക്. അവളെന്നോട് പറഞ്ഞു, അമ്മ വിഷമിക്കാതെ കാര്യങ്ങളൊക്കെ അമ്മ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അമ്മ നടത്തിത്തരും, അമ്മ വിഷമിക്കേണ്ട, അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എമൗണ്ടൊക്കെ ഏകദേശം ആയി റെഡിയായിരിക്കുമ്പോഴാണ് ഞാനെന്ന് ഓർത്ത്, എന്നാൽ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് കരുതി, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ തിങ്കളാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാനായിട്ട് എഴുതി കൊടുത്തപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വിസ ഉണ്ടെങ്കിലേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് എന്നാൽ ഒരിത്തിരി സമയം കിടന്നിട്ട് എണീക്കാം എന്താണെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ കിടന്നിട്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പം വിസ വന്ന് കിടക്കുന്നു. ഞാൻ വിഷമിച്ചു, ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, പോകാൻ പൈസ കയ്യിലേക്ക് എത്തിയിട്ടില്ല, എന്ത് ചെയ്യും, 2 ദിവസത്തിനുള്ളിൽ പോകണം. അപ്പോൾ തന്നെ എന്നെ ഏജൻറ്റ് ചേച്ചി വിളിച്ചു പറഞ്ഞു, സീനു 2 ദിവസമേ ഉള്ളൂ, നീ നാളെ പോകൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി നാളെ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചേച്ചി, എനിക്ക് 2 ദിവസം കൂടി സമയം തരണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 ദിവസം പൈസ എനിക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും എൻ്റെ ദൈവം തരും, പക്ഷേ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അത് നടക്കാതെ പോകരുതെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 2 ദിവസത്തെ സമയം എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓക്കെ 2 ദിവസത്തെ സമയം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മിനിങ്ങാന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. ആദ്യത്തെ പ്രാവശ്യത്തെ ഞാൻ ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ടിരുന്നു. കിണറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കേറ്ററിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ടതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കിണറ്റിലെ വെള്ളം അങ്ങനെ വറ്റണില്ല, ഞങ്ങൾക്ക് എപ്പോഴും വെള്ളമുണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ബോംബെക്ക് ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലിന് വേദന, മസിൽ കയറുന്നു, മരുന്നുകളൊന്നുമില്ല, കൂട്ടത്തിലുള്ള ആരുടെയും കൈമരുന്നില്ല, അവരെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ട്രെയിനിൽ തന്നെ ആകെ വിഷമിച്ച് രാത്രിയിൽ ഇത്തിരി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമില്ലേ, നീ അതെടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അത് ഉപയോഗിച്ചു. ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ എൻ്റെ കാലിന് ഒരു വേദനയുമില്ല, ഒരു വിഷമവുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ കാലിനില്ല, പഴയതുപോലെ ഞാൻ ഓക്കെ ആയി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്, ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ വരും. എല്ലാ സ്ഥലങ്ങളിലും, പള്ളികളിലും, ബസ് സ്റ്റാൻഡുകളിലും, ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ പോകും, പത്രം കൊടുക്കും. അങ്ങനെ പിന്നെ അനാഥാലയങ്ങളിൽ പോവും ഞാൻ, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും, അവരുടെ കൂടെ മുറി ക്ലീൻ ചെയ്യാൻ കൂടും, അവരെ കുളിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അതുപോലെ വീടിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും, ഹോസ്പിറ്റലുകളിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആത്മീയ ജീവിതം, ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് വിശ്വാസത്തെ കഴിഞ്ഞും കൂടുതൽ ഇപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് എനിക്ക് കൂടുതലായിട്ട്. കാരണം യൂട്യൂബിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ നല്ല അനുഭവങ്ങളാണ് എനിക്ക് അതിനകത്ത് കിട്ടിയ. ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ അത്ര ക്ലിയറായിട്ട് അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യമായി. എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വചനമാണ്. ഈശോ ശിമയോൻ പത്രോസിനോട് വിശ്വാസത്തോടെ ഉള്ള ഒരു അനുസരണമാണ് ആവശ്യപ്പെടുന്നത്. പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലായിരുന്നു.
വളരെ വിഷമത്തിലായിരുന്നു. പരാജയത്തിന് ശേഷം വീണ്ടും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഫലം നൽകുന്നത് എന്നാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആഴത്തിലേക്ക് പോവുക എന്നത് വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ കടക്കുക എന്നതാണ്. അതാണ് ആത്മീയമായ ഉള്ളൊരു വിളി. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നതും. നമുക്ക് ഒന്നും നടക്കില്ല എന്ന് തോന്നുമ്പോഴും ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം അപ്രത്യക്ഷമായ അനുഗ്രഹമാണ് നമുക്ക് തരുന്നത്. ഇന്ന് നമ്മൾ പലരും ഇങ്ങനെയുള്ളൊരു സിമിലർ സിറ്റുവേഷനിലാവാം ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ പരീക്ഷയിലുള്ള പരാജയം, രോഗം, കടബാധ്യതകൾ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ, ബന്ധങ്ങളിൽ നിരാശ, ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നവരായിരിക്കാം നമ്മളിൽ പലരും. എല്ലാം ശ്രമിച്ചു, ഒന്നും നടന്നില്ല എന്ന് തോന്നുമ്പോഴും അവിടെയാണ് ഈശോ പറയുന്നത്, വിട്ടുപോകരുത്, വീണ്ടും ശ്രമിക്കുക എന്ന്. പത്രോസിൻ്റെ ഈ ചെറിയൊരു അനുസരണമാണ് വലിയൊരു വിശ്വാസ ചുവട്, വലിയൊരു മാറ്റങ്ങൾ വരുത്തിയത്. നമ്മളും ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കാം, വീണ്ടും ശ്രമിക്കാനായിട്ടൊരു ഭയമാകാം, എല്ലാം അവസാനിച്ചതായി തോന്നാം. എങ്കിലും ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് വീണ്ടും നമുക്ക് ആഴത്തിലേക്ക് പോകാം. ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് ആഴത്തിൽ പോയ ഒരു ദൈവാനുഭവ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ സിനു കുര്യാക്കോസ് ഷെയർ ചെയ്തത്. ഈ മകൾ പറഞ്ഞത് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പേടിയായിരുന്നു, ഉടമ്പടി എടുക്കാതെ പോയി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഉൾപ്രേരണ കാരണം വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. ഇറ്റലിക്ക് പോകാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ പ്രയോജനമൊന്നുമായില്ല, ഫെയിലിയർ ആയിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പുതുക്കി ഇസ്രായേലിന് പോകാനായിട്ട് ശ്രമിച്ചു. വീണ്ടും ആ കൊച്ചു മകളിലൂടെ ഈ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈശോയും അമ്മയും. പിന്നെ ചേച്ചിമാരോട് വന്ന് പറഞ്ഞു, ശ്രമിച്ചു നോക്ക്. വീണ്ടും ശ്രമിക്കാനാണ് ഓരോരുത്തർ പറയുന്നത്. വീണ്ടും പുതുക്കിക്കൊണ്ടേയിരുന്നു, വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പരാജയമാണെങ്കിലും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടു. പക്ഷെങ്കിൽ കരച്ചിൽ നിർത്താനും ബുദ്ധിമുട്ടിയ ആ സമയത്തും കൊച്ചുമോളാണ് പറഞ്ഞത്, അമ്മ പ്രാർത്ഥിക്കുന്നതല്ലേ, പ്രാർത്ഥിക്ക്, ശ്രമിക്കുക. ഇങ്ങനെ ഓരോ വാക്കുകൾ വീണ്ടും പറഞ്ഞ് ഈ മകളെ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു ഈ മകൾക്ക്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും പല രീതികളിൽ പല പ്രാവശ്യവും പല വ്യക്തികളിൽ കൂടിയാണ് ഈശോയും അമ്മയും ഇവിടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടതായിട്ടാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് അഖണ്ഡ ജപമാല റാലിക്ക് പോയപ്പോഴും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അച്ഛൻ ഈശോയുടെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളോട് പറഞ്ഞത് ഇസ്രായേലിന് പോകാൻ പറ്റുമെന്നാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം അച്ഛൻ്റെ ആഴപ്പെട്ട വിശ്വാസ ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്നും ഈശോയും അമ്മയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോയും അമ്മയും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ മകളോട് പറയുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ പറ്റുമെന്ന്. വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഈ മകൾ വീണ്ടും ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് വീണ്ടും ഈശോയും അമ്മയും ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇസ്രായേലിലേക്ക് പോകാനുള്ള വിസ റെഡിയാവുകയും ഈ മകൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയാണ് നമ്മെ ആഴത്തിലേക്ക് നയിക്കുന്ന അമ്മ. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകാനല്ല, യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും, കുറയുമ്പോൾ തകർന്നിരിക്കുമ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് അമ്മ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. കാനായിൽ പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നതുപോലെയാണ് അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് നമുക്കും നമ്മുടെ വലയിടാം. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ഈ മകൾ പറഞ്ഞു നിർത്തിയതാണ്, വിശ്വാസത്തെക്കാൾ കൂടുതൽ എനിക്ക് വിശ്വസ്തതയാണെന്ന്. കാരണം രോഗാവസ്ഥയിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഈ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മകൾ വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഈ മകളുടെ വലയെറിഞ്ഞപ്പോൾ ഫലം ലഭിച്ചത്. ഈശോയിൽ നമുക്ക് ശരണപ്പെടാം. നമുക്കുമെല്ലാം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സിനു
കുര്യാക്കോസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഈ ആൾത്താരിയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ നൽകിയ അനുഗ്രഹത്തിന് ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഭർത്താവ് രതീഷ്, മകൻ ഏബൽ ആർ ക്രിസ്റ്റി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് കിളിയൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നിന്നും വരുന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം, ഞാൻ ആദ്യമേ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ തന്നെ അറിയാതെ എൻ്റെ യൂട്യൂബിലേക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞാൻ കാണുമായിരുന്നു. അതായത് യൂട്യൂബ് എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് അതിൻ്റെ സ്ക്രീനിൽ ആദ്യം വരുന്നതെല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ആ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ എന്താണ് കൃപാസനം എന്ന് ഞാൻ അന്വേഷിച്ചു. യൂട്യൂബിൽ ധാരാളം സാക്ഷ്യങ്ങൾ കണ്ടു. ഉടമ്പടി എന്താണെന്ന് യൂട്യൂബിൽ നോക്കി ഞാൻ അത് അറിഞ്ഞു. ഉടമ്പടി നിബന്ധനകളെക്കുറിച്ച് യൂട്യൂബിലെ അച്ഛൻ്റെ ടോക്കുകൾ വഴി ധാരാളം ഞാൻ കേട്ടു. അങ്ങനെ വളരെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 16/7/2024 ഉടമ്പടി ആദ്യം എടുക്കുമ്പോൾ ഞാൻ വെച്ച എൻ്റെ ഒരു നിയോഗം, അത് മനുഷ്യന് അസാധ്യമായ ഒരു വിഷയമാണ്. അത് ദൈവമാതാവ് തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു നൽകി. വിഷയം ഇതാണ്: എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് സർവീസിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം, നമുക്കറിയാം, PSCയിൽ ഗവൺമെൻറ് ജോലിയിൽ കയറുമ്പോൾ പ്രൊബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 1 വർഷമാണ്. പക്ഷേ അദ്ദേഹം ജോലിയിൽ കയറിയിട്ട് ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞു. ഇതിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, PSC വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ജോലി ചെയ്യുന്ന ആ ഒരു സർവീസിൽ OTV സർട്ടിഫിക്കറ്റ് ആദ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം പോലീസിലേക്ക് അഡ്വൈസ് വന്നു. അപ്പോൾ ഇവിടെ നിന്നും താൽക്കാലികമായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തു. ട്രെയിനിങ് പീരീഡിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിരിച്ചു വന്നു. പക്ഷേ സർവീസ് ബുക്കും മറ്റു കാര്യങ്ങളും ഇതിന് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ നിലവിലെ സർവീസിലെ OTV സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലായിരുന്നു. ഒരു കാരണവശാലും അത് തിരികെ നൽകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പലതവണ അവരുമായി കോണ്ടാക്ട് ചെയ്തു, പല ഉദ്യോഗസ്ഥരെ കണ്ടു, പക്ഷെ ഒന്നും നടന്നില്ല. ആ ഒരു OTV സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഈ നിലവിലെ സർവീസിലെ OTV നമുക്ക് കിട്ടിയാൽ മാത്രമേ നിലവിലെ സർവീസിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു, നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞു. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ആദ്യ ഉടമ്പടി പുതുക്കലിന് ശേഷം ആദ്യമായിട്ട് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ആദ്യമായിട്ട് മൂവ്മെൻറ്റ് ചെയ്തു തുടങ്ങി. അത് പരിശുദ്ധ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളായിട്ട് ഹസ്ബൻഡ് ഒരു ഓഫീസിലും പോയിട്ടില്ല. സഞ്ചാരി മാതാവ് തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. വീണ്ടും അവിടെ ഡിലേ ആയി. പിന്നെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വീണ്ടും ആ പേപ്പറുകൾ PSC ഓഫീസിലേക്ക് അയച്ചു. അവിടെ നിന്നും ഒന്നുകിൽ OTV സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കണം, അല്ലെങ്കിൽ പുതിയ OTV അനുവദിക്കണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന് PSCയിൽ നിന്ന് അറിയിച്ചു. തുടർന്ന് വർക്ക് ചെയ്യുന്ന സർവീസിലെ ഡയറക്ടറേറ്റിൽ നിന്നും ഇതുമായി വിശദീകരിച്ച് ഒരു കത്ത് തന്നെ PSCക്ക് അയച്ചു. അങ്ങനെ അവിടുന്ന് പുതിയ ഒരു OTV അനുവദിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും ഡിസംബറിൽ പ്രവേശനം ഡിക്ലെയർ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അവിടെ വീണ്ടും തടസ്സം വന്നു. അങ്ങനെ ജനുവരിയിൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയി കാര്യം തിരക്കിയപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ ഒരു പേപ്പർ കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റല്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റാണ്. അപ്പോൾ അവർ കണ്ടെത്തി വച്ചോളാം, പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ വിളിച്ചു.
അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് പോയി ഓഫീസിൽ കയറി ഹസ്ബൻഡ് തന്നെ ആ ഉദ്യോഗസ്ഥരോടൊപ്പം പേപ്പറുകൾ തിരക്കി കണ്ടുപിടിച്ച് അത് കൊടുത്തു. എന്നിട്ടും അവർ ആ പേപ്പർ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് അയച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. വീണ്ടും അവർ തന്നെ അവിടെ വീണ്ടും ഡിലേ വരുത്തി. അങ്ങനെ ഹസ്ബൻഡ് പറയുമായിരുന്നു, ഈ നവംബർ ആയപ്പോൾ സർവീസിൽ 8 വർഷം പൂർത്തിയായി. അപ്പോൾ ഇത്രയും വളരെ വിഷമമാണ് അദ്ദേഹത്തിന്. പ്രൊമോഷൻസ് എഴുതാനുള്ള എക്സാമുകൾ ധാരാളം പോയി കയ്യിൽ നിന്ന്. അപ്പോൾ ഗ്രേഡിങ് നഷ്ടപ്പെട്ടു. ഇത്ര 8 വർഷമായി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ജനുവരി 29 ഇട്ടു, പ്രാർത്ഥിച്ചു. കറക്റ്റ് ഒരാഴ്ചയായപ്പോൾ 5/2/2026 ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക്, കാരണം ഈ 7 വർഷത്തോളം കഴിഞ്ഞു. ഈ നവംബർ കൂടെ ആകുമ്പോൾ 8 വർഷം. അപ്പോൾ 8 വർഷത്തോളം അലങ്ങി നടക്കുകയായിരുന്നു ഇതിൻ്റെ പുറകെ. പല ഓഫീസുകൾ കയറിറങ്ങി ഉദ്യോഗസ്ഥരെ കണ്ടു, ഒന്നും നടന്നില്ല. പക്ഷേ ഉടമ്പടിയിൽ മാതാവ് വഴിയാണ് വെറും 7 മാസം കൊണ്ടാണ് ഈ ഒരു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചത്. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ തവണ ഓഫീസിൽ പോകുമ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് കൈവശം കൊടുത്തു വിടും. ഓഫീസിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഓരോ ഓഫീസിലും ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഈ ഉപ്പ് വിതരണം എന്ന് പറഞ്ഞ് കൊടുത്തു വിടും. അപ്പോൾ വിശ്വാസത്തോടെ അദ്ദേഹം അത് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വേഗത്തിൽ തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അനുവദിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സർവീസിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 3 വർഷം ഒരു ഓഫീസിൽ പ്രവർത്തിക്കാം. അത് കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്ത സ്ഥലത്ത് ഏകദേശം 6-7 വർഷത്തോളം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള തടസ്സം കൊണ്ട് അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇങ്ങനെ പറ്റില്ല. എല്ലാ ഉദ്യോഗസ്ഥരെയും 3 വർഷം കംപ്ലീറ്റ് ആയവരും കൂടുതലായവരെയും സ്ഥലം മാറ്റണം എന്ന ഒരു ഓർഡർ വന്നു. തുടർന്ന് ഹസ്ബൻഡിനെയും ട്രാൻസ്ഫറിന് പേപ്പർ വന്നത് നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും 35 കിലോമീറ്റർ ദൂരം പോകണം. അവിടെ യാത്രാ സൗകര്യം കുറവാണ്. പിന്നെ ആനകളുടെ ശല്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് കിട്ടിയാൽ ഞാൻ പോകത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, പേടിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ അത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അത് മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിനടുത്തുള്ള ഒരു ഓഫീസിൽ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു. ഡയറക്ടറേറ്റിൽ പേപ്പർ നൽകി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഇത്ര അടുത്തേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് കൊണ്ട് ഒരിക്കലും ലഭിക്കത്തില്ല. അത് ദൈവം തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ പേപ്പർ കൊടുത്തു. ഉടനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള ഓഫീസിലേക്ക് വെറും 15 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. അടുത്തുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ നൽകി. മാതാവ് അനുഗ്രഹിച്ചു. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചത്. കാരണം ധാരാളം പേര് അടുത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്ഫറിന് സ്വന്തം ജില്ലയിൽ കൊടുത്തിട്ട് പോലും കിട്ടാത്ത സാഹചര്യം ഒത്തിരി ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് ഒരു 6 മാസത്തോളം എൻ്റെ 2 ബ്രസ്റ്റിനും ശക്തമായ വേദനയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചു. അപ്പോൾ നല്ല വേദന ഉള്ളതുകൊണ്ട് അവർ സ്കാൻ ചെയ്തു. പക്ഷേ ടാബ്ലറ്റ് തന്നിട്ടും എനിക്ക് മാറ്റം വന്നില്ല. വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം നിരന്തരം ഉപയോഗിച്ച് ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല എന്നിൽ നിന്ന് ആ വേദന എന്നാണ് മാറിപ്പോയതെന്ന്.
അപ്പോൾ ഇപ്പോൾ ആ വേദന എനിക്കില്ല, 2 ബ്രസ്റ്റിലും വേദനയില്ല. ആ വേദന അമ്മ മാതാവാണ് എടുത്തു മാറ്റിയത്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഇതെൻ്റെ മകൻ 2 വയസ്സ് കഴിഞ്ഞിട്ടും തലമുടി ശരിക്കും ഉണ്ടായിരുന്നില്ല. അതായത് തലമുടി മൊട്ടയടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, അവന് മുടി മൊട്ടയടിക്കുന്നതാണോ എപ്പോഴും എന്നൊക്കെ. പക്ഷേ മുടി ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വിഷമമായി. അപ്പോൾ എവിടെ പോയാലും എല്ലാവരും ചോദിക്കും, മുടി ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആരെയും ഡോക്ടർമാരെയും ഒന്നും നമ്മൾ കണ്ടില്ല. ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അവൻ്റെ തലയിൽ ഇരുവശത്തും ഞാൻ പുരട്ടി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവന് ആവശ്യത്തിനുള്ള മുടിയുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ 2021 TTC പഠിക്കുന്നതിനായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിയുകയും പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ കോളേജിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് തുടരാൻ സാധിക്കില്ല, എൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങൾ അഡ്മിഷൻ രേഖപ്പെടുത്തി തിരുവനന്തപുരം ഓഫീസിലേക്കാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാൻ വന്ന് വാങ്ങിച്ചോളാം, അവിടെ വച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, ചേച്ചി വന്ന് വാങ്ങിക്കണ്ട, പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് അവർ ചോദിക്കും, അപ്പോൾ അത് കൊടുത്തല്ലാതെ സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നു. ഏകദേശം 3.5 വർഷത്തോളം കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പോയ ശേഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് എന്തെങ്കിലും തുടർന്ന് പഠിക്കണമെങ്കിൽ എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം, പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാനൊന്നും എനിക്കില്ല. അമ്മ തന്നെ അവിടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തി. സന്തോഷത്തോടെ ഞാൻ പോയി കോളേജിൽ ചെന്നു. അവർ 1 രൂപ പോലും എൻ്റെ നിന്ന് വാങ്ങിച്ചില്ല. എൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും എനിക്ക് തിരികെ നൽകി. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും, വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കും. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി വയ്ക്കും പേപ്പറിൽ. അപ്പോൾ 3 പത്രം ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അതിൽ എത്ര ആവശ്യമാണോ അത്രയും ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പേപ്പറിൽ എഴുതിയതിൽ 4 മടക്കി അതിനുള്ളിൽ ഇളക്കി എടുക്കാൻ കണക്കിന് ഒട്ടിച്ച് വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതായത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രിയിലൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, പ്രേക്ഷിതർ എന്ന് പറഞ്ഞ്. ആ ഗ്രൂപ്പ് വഴി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വൃദ്ധസദന സന്ദർശനം, മാനസിക രോഗികളുടെ സന്ദർശനം, പിന്നെ വ്യക്തിപരമായിട്ട് പൊതിച്ചോറുകൾ കൊടുക്കും. ഞങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവർക്ക് അവർക്ക് എന്താണ് ആവശ്യം ഉള്ളതുപോലെ കൊടുക്കും. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഇനിയും ഈ യാത്രയിൽ വരും. കാരണം എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വച്ചിരിക്കുന്ന നിയോഗങ്ങൾ എല്ലാം തന്നെ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളായി വെച്ചിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ നടത്തി തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും എന്നെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് മാതാവ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ വളരെ മനസ്സ് തുറന്ന്, ഒന്നും ഒളിച്ചു വയ്ക്കാതെ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ, ജപമാല കൂടുതലായിട്ട് ഓരോ ദിവസവും കൂടുതൽ ജപമാലകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയായാലും ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാലും പതറിപ്പോകത്തില്ല. പെട്ടെന്ന് വന്ന് മാതാവിനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന് ആ തിരുവചനം എന്ത് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യരുടെ മറ്റുള്ളവരെ ഞാൻ മനുഷ്യരിൽ കൂടുതൽ ആശ്രയിക്കാതെ കൂടുതൽ ഇപ്പോൾ ദൈവം എന്താണ് തിരുവചനത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. മനുഷ്യർ നമ്മൾ പിരിച്ചെല്ലുമ്പോൾ അത് നമുക്ക് വേദനയാണ് തരുന്നത്. അത് എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടതാണ്. ഇപ്പോൾ അങ്ങനെയല്ല,
തിരുവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ, കൂടുതൽ ആഴത്തിൽ തിരുവചനം പഠിക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 3-ാം വചനമാണ്. ആത്മാവിൽ ശക്തിയും ധൈര്യവും പകർന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ജോലി സംബന്ധമായ പ്രശ്നങ്ങളുടെ ഒരു വലിയൊരു നിര തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൊണ്ടുവരിക ദൈവത്തിൻ്റെ അടുത്തിലേക്ക്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലൊരു സമാധാനവും ധൈര്യവും ലഭിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും അടുത്ത് വരുമ്പോഴാണ്. ദൈവം ആദ്യം നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്തുകയും എന്ത് പ്രശ്നമായാലും നേരിടാനുള്ള ഒരു ശക്തി ആണ് നമുക്ക് ഉടമ്പടിയിൽ കൂടി ദൈവം ആദ്യം നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കൃപയുടെ സിംഹാസനമായ ദൈവത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത്. അമ്മയാണ് ഈശോയുടെ കൃപയിലേക്ക് നമുക്കുള്ള വഴി തുറന്നു തരുന്നത്. അതും ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കണ്ണുനീര് തുടയ്ക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രാർത്ഥനയിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് ഒരു പുതിയ ശക്തിയാണ്, ഒരു പുതിയ പ്രത്യാശ, വിശ്വാസത്തിലെ ഉറപ്പ്, ഒരു വലിയൊരു ധൈര്യം. ഇതാണ് ഓരോ സാക്ഷ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീതു എന്ന മകളുടെ സാക്ഷ്യത്തിലും ദൈവത്തിൻ്റെ കരങ്ങളുടെ ഒരു വലിയൊരു ശക്തിയും ധൈര്യവും അനുഭവിച്ച ഒരു സാക്ഷ്യമാണ്. ദൈവാനുഭവത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. ആദ്യം തന്നെ 2-3 പ്രാവശ്യം പുതുക്കിയിട്ടും ഈ മകൾ വെച്ചിരുന്ന പ്രൊബേഷൻ ഡിക്ലറേഷൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും വീണ്ടും വിശ്വാസം കൈവിടാതെ ഈ മകൾ പ്രാർത്ഥിച്ചു. പിന്നീട് ഈ മകൾ പറഞ്ഞത് സഞ്ചാരി മാതാവ് തന്നെയാണ് ആ ഓഫീസിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഇവരുടെ പ്രൊബേഷൻ ഡിക്ലറേഷൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നാണ്. 8 വർഷത്തോളം തടസ്സമായി കടന്നിരുന്നായിരുന്നു ആ പേപ്പർ, ആ സർട്ടിഫിക്കറ്റ്. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഇടപെടലിലൂടെ മാത്രമാണ് സഞ്ചാരി മാതാവ് അവിടെ ചെന്ന് അവരുടെ കൂടെ നിന്ന് എല്ലാം നടത്തി കൊടുക്കുകയും സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ 8 വർഷം വെറും 7 മാസം കൊണ്ടാണ് ഈ മക്കൾക്ക് ആ പ്രൊബേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തത്. ഈശോയിലും അമ്മയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും വിശ്വാസം കൈവിടാതെ ഉടമ്പടി ജീവിതത്തിൽ ഇവർ 2 പ്രാവശ്യം പുതുക്കി 3-ാം പുതുക്കലിലാണ് ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത്. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ധൈര്യം ലഭിക്കുകയും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള വഴി കാണിച്ചു തരികയും ആ വഴിയിലൂടെ സഞ്ചാരി മാതാവ് നമ്മളെ നയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരികയും ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ട്രാൻസ്ഫറിൻ്റെ കാര്യമായിരുന്നു. ഈ മകനൊരു ട്രാൻസ്ഫർ 7 വർഷമായിട്ട് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു. പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ 35 കിലോമീറ്റർ ദൂരെയാണ് സ്ഥലം മാറ്റം കിട്ടിയത്. വീണ്ടും ഇവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും അപ്രതീക്ഷിതമായിട്ട് തന്നെ ഈ മകന് വീടിനടുത്തുള്ള 15 മിനിറ്റ് ദൂരയിൽ യാത്ര ചെയ്യാവുന്ന ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുകയും ചെയ്യുന്നുവെന്നാണ്. അസാധ്യമാണെന്ന് കരുതുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുന്ന ദൈവം. പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാൽ മതി, അമ്മ അത് ഏറ്റെടുത്ത് ഈശോയോട് നേരിട്ട് കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മ ഈശോയുടെ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. കാനായിലേക്ക് വിരുന്നിലും അതുതന്നെയാണ് സംഭവിച്ചത്. അവർക്ക് വിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈശോ അവരുടെ കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവർക്കുള്ള കാര്യം നടത്തി കൊടുക്കുകയാണ്. ഈ മക്കൾക്ക് ദൂരെയാണ് ജോലി ചെയ്യാൻ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അടുത്തുള്ള സ്ഥലത്ത് തന്നെ സ്ഥലം മാറ്റം കൊടുക്കുകയും അങ്ങനെ ഈശോയും അമ്മയും ഇവരുടെ ആഗ്രഹം സാധിച്ചു നൽകിയത്. പിന്നീടുണ്ടായിരുന്ന ഈ മകൾ പറഞ്ഞ രോഗസൗഖ്യമാണ്. ബ്രസ്റ്റിലുണ്ടായിരുന്ന ഒരു പെയിന്
ടാബ്ലറ്റ് കഴിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നീട് ആ വേദന മുന്നോട്ട് പോയപ്പോഴാണ് ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വേദന പൂർണ്ണമായി മാറുകയും ഈ മകൻ്റെ തലമുടിയില്ലായിരുന്നു. എല്ലാവരും വിചാരിച്ചു എപ്പോഴും മുടി വെട്ടിക്കൊണ്ട് നടക്കുകയാണെന്നാണ്. പക്ഷെങ്കിൽ അത് ഉടമ്പടി തൈലം തേച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകന് മുടി വളരുകയും അത് ഈ രോഗസൗഖ്യം ലഭിക്കുകയും ഈ മുടി വളരുകയൊക്കെ ചെയ്തത് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉപയോഗിച്ചത് കൊണ്ടാണ്. പിന്നീട് ഈ മകൾക്കുണ്ടായിരുന്ന TTC സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതും കുറേ വർഷങ്ങളായി സർട്ടിഫിക്കറ്റ് കിട്ടാതെ കിടക്കുന്ന, അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് ഈ മകൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയാണ് പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മകൾ വിശേഷവിധി എന്ന രീതിയിലാണ് ട്രബിൾ ചെയ്ത്, മീൻസ് ഷീ ടുക്ക് ട്രബിൾ ടു റൈറ്റ്. പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കൈകൊണ്ട് എഴുതിയാണ് കൃപാസന പത്രത്തിൻ്റെ കൂടെ കൊടുത്ത് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തത്. അതും ഈശോയെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മകളെടുത്ത ആ പരിശ്രമവും ദൈവം കാണാതിരുന്നില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇവരുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയും ഈശോയമ്മയും ഓരോ കാര്യങ്ങൾ കനിഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഉടമ്പടി വന്നതിന് ശേഷമാണ് നല്ല രീതിയിൽ വിശ്വാസത്തോടെ കുമ്പസാരിക്കാൻ സാധിക്കുകയും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കുകയും കിട്ടുകയും ചെയ്തു എന്നാണ് ഈ മകൾ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിശ്വസിക്കാം, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ ഓരോരുത്തർ രക്ഷിക്കപ്പെട്ടതെന്നും അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് എഫെസ്യസിലെ ലെറ്ററിനകത്ത് 2-ാമത്തെ അധ്യായം 8-ാം വചനം പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൽ വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാ കാര്യം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37-3-ാം വചനം പറയുന്നത്. സകലരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമുക്കും ആ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമുക്കും അടുക്കാം. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. നീതു കുഞ്ഞു കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് 2024. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ആൾ കുവൈറ്റിലായിരുന്നു. അവിടെ വെച്ച് സെപ്റ്റംബർ 20-ാം തീയതി സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. 3 ദിവസം അവരൊന്നും ചെയ്യാതെ അവിടെ ഇട്ടു. വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള നേഴ്സുമാർ അമ്മയുടെ തൈലവും തേനും നാവിലും നെറ്റിയിലുമൊക്കെ തേക്കുമായിരുന്നു. അവരെന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്ക്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചത് ഞാൻ തന്നെയാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ചെല്ല്, അവിടം വരെ ചെല്ല് എന്ന് പറഞ്ഞ് വിളിച്ചറിയിച്ചത് ഞാൻ തന്നെയാണ് എല്ലാവരെയും. അവർ ചെന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കില്ല. തിരിച്ച് എന്നോട് പറയാൻ അവർക്ക് പറ്റണില്ല. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ അവർക്ക് പറ്റണില്ല. റൈറ്റ് സൈഡ് മുഴുവൻ വീക്കായിപ്പോയി. അവരൊന്നും പറഞ്ഞില്ല. പിന്നെ മോളാണ് എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഡാഡിക്ക് എന്തോ സംഭവിച്ചു, എന്താണെന്ന് അവർ പറയണില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് ഫോൺ വെച്ചു, നീ വെച്ച് ഡാഡിക്ക് ഒന്നുമില്ല. എൻ്റെ മനസ്സ് കിടന്ന് തികത്തുകയാണ്. എങ്കിലും ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുക. അവൾ ലീവ് കഴിഞ്ഞ്, അവൾ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, അവൾ ലീവ് കഴിഞ്ഞ് പോയി ട്രെയിനിലാണ്. അപ്പോൾ അവളെ പേടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. എന്നിട്ട് ഞാൻ വേഗം ഫോൺ വെച്ചു. ഞാൻ എല്ലാവരെയും ഫോൺ വിളിച്ചു, ഇതിൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ആരും എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യണില്ല, എടുക്കണില്ല. ഞാൻ നൊലോളിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി വീട്ടിലിരുന്നു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. 22-ാം തീയതി അവരവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എൻ്റെ ബ്രദറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവനിവിടെ വന്ന് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നൊലോളിച്ച് ആണ് ഞാനിവിടെ വന്നത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസവും ഞാൻ തിരിച്ച് ഇവിടെ വന്നു. ഞാൻ മോറ്റുഴയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. പിറ്റേ ദിവസം ഞാനിവിടെ വന്നു. എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോയും
കാര്യങ്ങളും തന്നു. അപ്പോൾ അവർ ആങ്ങളെയാണ് അവിടെ അച്ഛനെ കാണാനുള്ള ക്യൂവിൽ കയറി നിന്നത്. അപ്പോൾ അവർ ബ്രദർമാർ പറഞ്ഞു ഉടമ്പടി എടുത്ത ആളാണ് നിൽക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു അവളൊന്നും അറിഞ്ഞിട്ടില്ല, അവളെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അമ്മ ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് പേപ്പർ കൊടുത്തോ എന്നും പറഞ്ഞ് പേപ്പർ എൻ്റെ കയ്യിൽ നിന്നു തന്നു. ഞാൻ നൂലോളിച്ച് പേപ്പർ മേടിച്ചു. അച്ഛനെ എനിക്ക് വന്ന് കണ്ടു. അച്ഛൻ ഈ പേപ്പർ കൈ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ച, അമ്മയോട് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം, 3-ാം ദിവസം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് അവിടുന്ന് കോള് വരുവാണ്, ഓപ്പറേഷൻ എടുക്കുവാണ് എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ ഒരു നേഴ്സ് കൊച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും തൈലവും തേനും തൊട്ട് നാവിലും തൊട്ട് നെറ്റിത്തും തൂക്കുമായിരുന്നു. ആ കൊച്ച് ഡോക്ടർ അറിയാതെ കയ്യിൽ ബാൻഡേജിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് കെട്ടി ഓപ്പറേഷന് കയറ്റി. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷമാണ് കോള് വന്നത്, ഓപ്പറേഷൻ എടുക്കുമെന്ന്, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ പറഞ്ഞു ഒന്ന് പ്രതീക്ഷിക്കേണ്ട, തലയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി അവർ ഫ്രീസറിൽ വെച്ചു. അതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചു, ആവശ്യം വരില്ല, അവർ ഫ്രീസറിൽ എടുത്ത് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പ്രാർത്ഥനയിലായിരുന്നു, ജപമാല. അവിടെയും ജപമാലയുടെ 3 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരാരെയും അറിയില്ല എങ്കിൽ പോലും നേഴ്സ് പിള്ളേർ എല്ലാവരും ജപമാലയിൽ മുറുകെ പിടിച്ച് അവരെന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് തൈലവും പൂശി കൊടുത്ത് എല്ലാം ചെയ്തു. ആൾക്ക് മാറ്റം വന്നു. അങ്ങനെ ഒരു 6 മണിക്കൂർ കസേരയിൽ ഇരുന്ന് കാണിച്ചാലാണ് അവർ നാട്ടിലേക്ക് വിടൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അതിനുള്ള ശ്രമമായി, പിന്നെ പ്രാർത്ഥനയായി. അങ്ങനെ ഒരു 5 ആഴ്ച ഞാനിവിടെ അടുപ്പിച്ച് വന്നു. എല്ലാ ശനിയാഴ്ചയും ഞാനിവിടെ വരുമായിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പം കൂടാതെ ഡിസംബർ 3-ാം തീയതി ആസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആ നിമിഷം തുടങ്ങി അവിടുത്തെ അച്ഛന്മാരും നേഴ്സുമാരും കൊന്ത അവർ നിർത്തിയിട്ടില്ല. ആസ്റ്ററിൽ എത്തണ വരെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ആംബുലൻസിൽ കയറി ആശുപത്രിയിൽ എത്തണ വരെ അവർ ജപമാല നിർത്തിയിട്ടില്ല. അവിടെ ഒരു കുഴപ്പം കൂടാതെ എത്തി. 6-ാം തീയതി അടുത്ത ഓപ്പറേഷൻ. ഫ്ലാപ്പ് തിരിച്ചു വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും നാളായി. അത് എന്തെങ്കിലും ഒരു ശകലം കേട് പറ്റിയാലും നമ്മൾ വേറെ അന്വേഷിക്കേണ്ട വരും, നോക്കണ്ടോ. അതിനൊന്നും ഒരു തടസ്സവും അമ്മ മാതാവ് വരുത്തിയില്ല. എല്ലാം അങ്ങനെ തന്നെ വെക്കാൻ സാധിച്ചു, ഒരു കുഴപ്പവും കൂടാതെ. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചോളൂ. ഞാനിവിടെ നിന്ന് നടത്തിയാണ് വിട്ടത്. എനിക്കിവിടെ തിരിച്ച് നടന്ന് തന്നെ വന്ന അമ്മ എനിക്ക് കൊണ്ടു തന്നെ. എനിക്ക് തന്നെ ഒന്നിനും ഒരു കഴിവില്ല. എൻ്റെ മക്കൾ 2 പേരും പഠിക്കണു നേഴ്സിങ്. ഒരു കുഴപ്പം കൂടാതെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പെട്ടെന്നാണ് ഇങ്ങനെ വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മാതാവിനെ മുറുകെ പിടിച്ചു, കൊന്ത ചൊല്ലി ഇവിടെ വന്ന് 5 ആഴ്ചയോളം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന ശേഷം എല്ലാ ദിവസവും നേർച്ച വസ്തുക്കളും ഞാൻ തൂക്കും. എല്ലാം നാവിൽ തേൻ പുരട്ടി കൊടുത്തു എല്ലാം. അത് കഴിഞ്ഞ് ഡിസംബർ 28-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പുറത്തെങ്ങും കൊണ്ടുപോകില്ല. അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന ശേഷമാണ് ഞാൻ എവിടെയും പുറത്തേക്ക് ഞാൻ ഇറക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഈ 5-ാം മാസം 25 5-ാം മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. ഞാൻ ആളെ ഇവിടെ കൊണ്ടുവന്നു. അച്ഛനെ കാണാൻ സൗകര്യം കിട്ടി. ഞാൻ കാണിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ തിരിച്ചുപോയി. ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയും തൈലവും പൂശി പ്രാർത്ഥനയായിട്ട് ഇരിക്കുന്നു. 2 പ്രാവശ്യം ഇതിനും ഇടയ്ക്ക് ഒന്ന് വീണു. അപ്പോഴും എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഞാൻ മാതാവിൻ്റെ തൈലെടുത്താണ് ഞാൻ പരട്ടിയത്. ഒരു കുഴപ്പം ഉണ്ടായില്ല. ആശുപത്രി ചെന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ ഒന്നും വരുത്തല്ലേ. എപ്പം ഞാൻ പോയാലും പ്രാർത്ഥിച്ച് ഞാൻ തൈലം പൂശി പോവും, ഒരാപത്തും വരുത്തല്ലേ, കയ്യിൽ കാശുരൂപം കൈ പിടിക്കും. അപ്പോഴൊക്കെ എന്നെ ഓരോ കാര്യത്തിലും രക്ഷിച്ച് തന്നെ വിട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. സംസാരിക്കാനുള്ള കഴിവിനാണ് പറ്റിയത്. എങ്കിലും ഇപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ സ്വർഗസ്നാപിതാവും ഞാൻ ചെല്ലും. 10 നന്മ നിറഞ്ഞ പറയും ആൾ ചെല്ലും. ഇപ്പം സംസാരിക്കാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം ഇപ്പം നേരത്തെക്കാളും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സമയം കിട്ടപ്പെടുന്ന എല്ലാം എനിക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് പുറത്ത് ആളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ
ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയാൽ എനിക്ക് ഒരിക്കലും വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ വഴിയിലിറങ്ങി വഴി നീളെ എല്ലാവർക്കും കൊടുത്തേ ഞാൻ പോവാറുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിലുണ്ടാവില്ല പത്രം. അത്രയും ഞാൻ എല്ലാവർക്കും ഞാൻ പോണ വഴിക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പത്രം കൊടുത്താണ് ഞാൻ പോകുന്നത്. മാതാവ് ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുക എന്നെ ഓരോ കാര്യത്തിലും. നമുക്ക് ചെയ്യാൻ പറ്റുക എൻ്റെ മക്കളുടെ പഠിത്തം എല്ലാം ഈശോ മാതാവ് ഇപ്പോഴും കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. പ്രാർത്ഥനയിലാണ് ഞങ്ങൾ എപ്പോഴും ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് എല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഉണ്ട്. എപ്പോഴും ഞാൻ മൊബൈലിലാണെങ്കിലും ഞാൻ കൊന്ത വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ 65 വർഷമായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടാതിരുന്ന ഒരു സ്ഥലത്തിന് ഞങ്ങൾക്ക് പട്ടയം കിട്ടാനുള്ള അനുഗ്രഹം എല്ലാം അമ്മ മാതാവ് ഒരുക്കി തന്നു. ഓരോ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ കാശിലും കയ്യിൽ വെച്ച് പോയി. എനിക്ക് അതെല്ലാം മാറ്റി ഒരു പ്രശ്നവും കൂടാതെ 1 വർഷം കൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തത് 65 വർഷമായിട്ട് കിട്ടാതിരുന്നത് എല്ലാം എനിക്ക് ശരിയാക്കി അമ്മ തന്നു. മാതാവിന് സ്തുതി. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ടിലിമോൾ ജോൺ എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതും മരണത്തോളം എത്തിയ ആ ജീവിതത്തിൻ്റെ വലിയ രോഗാവസ്ഥയിൽ നിന്നും അമ്മ മാതാവും തിരുക്കുമാരനും സഹോദരനെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിൻ്റെ അത്ഭുത സൗഖ്യ സാക്ഷ്യമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, വിദേശത്ത് വെച്ചുണ്ടായ സ്ട്രോക്കും അത് അതീവ ഗുരുതരമായി പോയ സാഹചര്യങ്ങളും ഒന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ രോഗിയെ മാറ്റിയിട്ടതും, എന്നാൽ അത് അറിഞ്ഞ നിമിഷം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഓടിയെത്തി അത് അച്ഛനെ കാണുവാനുള്ള അവസരം കിട്ടുകയും അച്ഛൻ ആ ഫോട്ടോ, സഹോദരൻ്റെ ഫോട്ടോ അമ്മ മാതാവിനെ മുട്ടിച്ച് പ്രാർത്ഥിച്ച അതേ നിമിഷം ഡോക്ടർ വന്നിട്ട് ഓപ്പറേഷന് വേണ്ടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് രോഗിയെ തിയേറ്ററിലേക്ക് കയറ്റുന്നതാണ് സാക്ഷ്യത്തിൻ്റെ തുടക്കം. നമ്മൾ പറയും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന്. ഇത് സഹോദരി പറയുന്നുണ്ട്, യാതൊരു തരത്തിലും അത് അവർക്കൊരു പ്രതീക്ഷയില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയം അച്ഛൻ അമ്മയുടെ അരികിൽ ചെന്ന് ആ ഫോട്ടോ മുട്ടിച്ച അതേ നിമിഷം തന്നെ ഇവിടെ ഫോൺ വരികയാണ്, ഓപ്പറേഷന് വേണ്ടി അകത്തേക്ക് മാറ്റുന്നുവെന്ന്. രണ്ടാമത്തത്, ആ തിയേറ്ററിലുണ്ടായിരുന്ന ഒരു മകള്, ഉടമ്പടി എടുത്തൊരു മകള്, അവൾ അപ്പോൾ തന്നെ ആ കൈകളിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശിക്കൊണ്ട്, ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് കൈകളിൽ പൂശി ബാൻഡേജ് കെട്ടിക്കൊണ്ട് ആളെ അകത്തേക്ക് വിടുകയാണ്. അത് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ്. പിന്നീട് അവിടെ നിന്ന് ഈ ഓരോ കാര്യങ്ങളും അറിയുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, എനിക്കവിടം വരെ ഉടമ്പടി തൈലവുമായി പോകുവാൻ പറ്റിയില്ലെങ്കിൽ എന്ത്, അമ്മ മാതാവ് ആളുകളെ ക്രമീകരിച്ച് കൊടുത്തുകൊണ്ട് ഓരോ നേരവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരത്ത് പുരട്ടിക്കൊണ്ട് അമ്മയ്ക്ക് നിരന്തരം സമർപ്പിച്ച് സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജീവിതം നിരന്തരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കണ്ടവർ എന്നെ വിളിച്ചെന്ന് ആശ്വസിപ്പിക്കുവാനാവാത്തത് കൊണ്ട് എൻ്റെ ഫോൺ പോലും എടുക്കാതെ അവർ മാറിക്കളഞ്ഞപ്പോഴും അത് കണ്ടുകൊണ്ടിരുന്ന കർത്താവ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഓരോ നിമിഷവും സൗഖ്യം പ്രദാനം ചെയ്തുകൊണ്ട് നാട്ടിലെത്തത്തില്ലെന്ന് മറ്റുള്ളവർ കരുതിയ നാളുകളിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിത പങ്കാളിയെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുവാൻ വേണ്ടി അതിവേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു. അമ്മ പറയുന്നുണ്ട്, ഇവിടെ തലയൂട്ടി മാറ്റിവെച്ചത് അവർ പറയുന്നു ഇതിനി ആവശ്യമുണ്ടാവില്ല, കാരണം ആളെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇനി വരാൻ പോകുന്നില്ലെന്ന്. ഇവിടെ അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് ഈ മകനെ കണ്ട് പ്രാർത്ഥിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ വീണ്ടും സാധാരണ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരുവാൻ തക്ക വിധത്തിൽ ആ മരണത്തിൻ്റെ കയത്തിൽ നിന്ന് ശ്വാസം നിലച്ചുവെന്ന് കരുതിയ നിമിഷങ്ങളിൽ നിന്ന് ജീവിതത്തെ വീണ്ടെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതം, ആരോഗ്യത്തിൻ്റെ ജീവിതം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം, വിളിച്ചു പ്രാർത്ഥിച്ചാൽ എൻ്റെ അരികിലെത്തി എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു വലിയ വിഷയത്തെയും ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ആ രോഗത്തിൻ്റെ ഓരോ സൗഖ്യനാളുകളിലും
അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിന്, ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ആരോഗ്യം ബലപ്പെടുത്തിയെടുക്കുന്നതിന്, എന്തൊക്കെയാണോ അസാധ്യമെന്ന് പറഞ്ഞത്, സംസാരിക്കില്ല, ഇനി സ്വരം പുറത്തു വരില്ലെന്ന് പറഞ്ഞ അതേ സഹോദരൻ അമ്മയുടെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ജപമാലയിൽ പങ്കുചേരും വിധം ആ സംസാരശേഷി തിരികെ കിട്ടിയതിനെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് എന്തും ചെയ്തു തരുവാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ചും റിസർവേഷൻ ഇല്ല. നമ്മൾ അമ്മയിൽ എങ്ങനെ കണ്ട് പൂർണ്ണമായ ശരണത്തോടെ ആശ്രയിക്കുന്നുവോ നമുക്ക് അനുഗ്രഹമാകും വിധം ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധി വിഷയത്തെയും അമ്മയും തിരുക്കുമാരനും മാറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത്. ചേർത്ത് പറഞ്ഞു, 65 വർഷമായി ലഭിക്കാതിരുന്ന പട്ടയം അമ്മയുടെ ഉടമ്പടി എടുത്ത് ഈ നാളുകളിൽ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാ തടസ്സവും നീങ്ങി. അത് പട്ടയം ലഭിക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കിട്ടിയെന്ന അമ്മ മാതാവും തിരുക്കുമാരനും ഈ കുടുംബത്തിൻ്റെ ഈ വലിയ 2 നിയോഗങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സന്തോഷവും സംരക്ഷണവും നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ പേര് റോഷ്നി ജോസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ ഒരു ഇടവകമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് 4/7/2025 എൻ്റെ ഉടമ്പടി ആദ്യമായി ഞാൻ എടുക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 6 വർഷമായിട്ടൊരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 വർഷത്തിന് ശേഷം സാധാരണയായി നമുക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ നന്നായി വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രമോഷനും സാലറി ഇൻക്രിമെൻ്റൊക്കെ കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ രീതിയിലുള്ള എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടും എനിക്ക് 6 വർഷമായിട്ട് അവിടെ യാതൊരുവിധ മാറ്റങ്ങളും കിട്ടുന്നില്ല. ഞാൻ സ്ഥിരമായ ആ ജോലിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. എനിക്ക് വളരെയധികം സങ്കടമായി. എനിക്ക് എന്നെ കഴിഞ്ഞ് വന്ന ആളുകൾക്കെല്ലാം പ്രമോഷൻ കിട്ടി, അവർ നല്ലൊരു പൊസിഷനിലേക്ക് എത്തി. എൻ്റെ ലൈഫ് മാത്രം ഒരു സാധാ ലൈഫിലേക്ക് മാറിയപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഉടമ്പടിയിലേക്ക് വരുന്നത്. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അമ്മയിലുണ്ടായ ധാരാളം മാറ്റങ്ങളാണ് എന്നെ ഈ ഉടമ്പടിയിലേക്ക് എത്തിച്ചത്. ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചത് എനിക്ക് ജോലിയിലൊരു മാറ്റം വേണമെന്നാണ്. ഞാൻ ധാരാളം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യും. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂ പാസ്സാവും, അതിനുശേഷം റിജക്ഷൻ വരും. ധാരാളം PSC എക്സാമുകൾ എഴുതാറുണ്ട്. ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതും, പ്രിലിമിനൻസ് എക്സാം പാസ്സാവും, മെയിൻ എക്സാമിൽ ഞാൻ പോകും. അപ്പോൾ എനിക്ക് വളരെയധികം നിരാശയിലാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ ധാരാളം സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും ഞാൻ സ്ഥിരമായി യൂട്യൂബിൽ കേൾക്കാറുണ്ട്. ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഡേറ്റ് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാർച്ച് 1-ാം തീയതി 2026 എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 6 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കൊന്നും നേടാനായിട്ട് സാധിച്ചില്ല എന്നൊരു ഇതിലാണ് ഞാൻ അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്. എൻ്റെ റൂമിൽ തന്നെ ഞാൻ മാതാവിൻ്റെ താഴെ മാർച്ച് 1-ാം തീയതി 2026 എനിക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എഴുതി വെച്ചു. ഞാൻ ഡെയിലി ബ്രെഡ് കേൾക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുരിശ് വരച്ച് ആ പേപ്പറിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും എനിക്കത് ലഭിക്കണം എന്ന്. അതിനുശേഷം എനിക്ക് ജനുവരിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. മാനേജറായിട്ട് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ച് മാനേജറായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 3 ഇൻ്റർവ്യൂകളും ഞാൻ അറ്റൻഡ് ചെയ്തു. അവരെന്നെ HR നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ ജോലി കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ വളരെയധികം സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു കപ്പേളയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. അവിടെ പോയി ഞാൻ മാതാവിൻ്റെ അവിടെ തിരികെ എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ എനിക്കത് ജോലി കിട്ടിയിരിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ജനുവരി 30-ാം തീയതി എനിക്ക് റിജക്ഷനായിട്ട് അത് വന്നു. വളരെയധികം പരിഹാസം കേൾക്കേണ്ടി വന്നു. ബാങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കി. മാനേജറായിട്ട് പോവാന്ന് പറഞ്ഞ ആളതേ വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ പേരെ എന്നെ കളിയാക്കി. എനിക്ക് വളരെ സങ്കടമായി. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും തോൽവികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തും. അതുപോലെ തന്നെ കുറേ ചീത്ത പറയും. എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് എന്തിനാണ് എന്നിൽ നിന്ന് എന്തിനെടുത്ത് കളഞ്ഞേന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് കുറേ പരാതികൾ പറയും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി മാതാവിനോട് പറഞ്ഞു, മാതാവേ നിന്നിൽ നിന്നും അകലാനായിട്ട് എന്നെ അനുവദിക്കരുതേ. ഈ ജോലി പോയാലും വേറൊരു ജോലി നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ ഞാൻ കരഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് സംസാരിച്ചൊന്നുമില്ല. അമ്മയോട് അപ്പച്ചനോട് എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല.
കാരണം അവരും വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലിയാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് റിജക്റ്റായി പോയി എന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സങ്കടമാണ് ഉണ്ടായത്. എനിക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു HR-ൻ്റെ ഭാഗത്തു നിന്നും റിജക്ഷനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വീണ്ടും ഡേറ്റ് എഴുതി വെച്ച് എന്നെ പ്രാർത്ഥിച്ചു. മാർച്ച് 1-ാം തീയതി എനിക്ക് എന്തായാലും ജോലി വേണം, ജോലിയില്ലാതെ എനിക്ക് പറ്റില്ല മാതാവേ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്നോണം ഫെബ്രുവരിയിൽ എനിക്ക് ആ റിജക്ഷനായ ജോലി തന്നെ എന്നെ HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അപ്ലിക്കേഷൻ വീണ്ടും പ്രോസസ്സിങ്ങിൽ വന്നു. എനിക്ക് ആ റിജക്ഷനായ ജോലി തന്നെ മാനേജറായിട്ട് എനിക്ക് മാർച്ച് 2-ാം തീയതി 2026 ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിത് പറയുന്നത്. കാരണം റിജക്ഷനായിട്ട് എനിക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ വന്നതാണ്, നിങ്ങളെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതേ ബ്രാഞ്ചിലേക്ക് തന്നെ എനിക്ക് ബ്രാഞ്ച് മാനേജറായിട്ട് മാർച്ച് 2-ാം തീയതി, ഞാൻ 1-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവ് ഒരു ദിവസം കഴിഞ്ഞ് 2-ാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്റർ വന്നു. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ഞാനിന്ന് ആ ഓഫർ ലെറ്ററും റിജക്ഷൻ ആയതടക്കം പ്രിൻ്റ് എടുത്തിട്ടാണ് ഇവിടേക്ക് വന്നത്. കാരണം ഞാൻ ആ റിജക്ഷൻ വന്നത് വരെ മാതാവിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെയും ഈശോയുടെ ഒരു അനുഗ്രഹത്തിൻ്റെയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കരിയറിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. വളരെയധികം സന്തോഷം. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആവുമ്പോൾ വളരെയധികം പെയിൻ ഉണ്ടാവും. ഞാനൊരു 10-ാം ക്ലാസ് തൊട്ട്, അതായത് ഒരു 10 വർഷമായിട്ട് പീരീഡ്സ് ആയി എനിക്ക് സ്കൂളിലുണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റില്ല. കാരണം വയറുവേദന എടുത്ത് ഞാൻ കരച്ചിലായിരിക്കും, ഛർദിയായിരിക്കും. സ്കൂൾ മൊത്തം അറിയും ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടെന്ന്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ വന്നിട്ടായിരിക്കും കൊണ്ടുപോവുക. കോളേജിൽ പഠിക്കുമ്പോഴും എനിക്ക് സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. പീരീഡ്സ് ആവുക, കരയുക, ബഹളം വയ്ക്കുക, വീട്ടിൽ നിന്ന് വന്ന് കൊണ്ടുപോവുക. ജോലി സ്ഥലത്തും വേറൊരു മാറ്റം ഉണ്ടായില്ല. ധാരാളം ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ പറയുന്നു ഓരോ ഡോക്ടറെ കാണാൻ, സ്കാൻ ചെയ്യുക, ടാബ്ലറ്റ്സ് കഴിക്കുക, ഇത് മാത്രമായിരുന്നു. ഞാൻ ജോലിക്ക് കയറിയപ്പോഴും അതെ, ഞാൻ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളും അറിയും. അതുപോലെ തന്നെ അവിടെ വന്ന കസ്റ്റമേഴ്സ് അറിയും ആ മാഡം പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്ത് കരച്ചിലാന്ന്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതാണ് എൻ്റെ ഒരു നിയോഗമായി വെച്ചത്, വയറുവേദന മാറ്റിത്തരണമെന്നാണ്. കാരണം വയറുവേദന വന്ന 2 ദിവസം എനിക്ക് എണീക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. സാധാരണ എല്ലാവരും പറയും ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്, സ്ത്രീകൾക്ക് ഇതുള്ളതാണ്, ഇത് നമ്മൾ സഹിക്കണം. എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ പലപ്പോഴും ഇത് പറയും, ഇതെല്ലാവർക്കും ഉള്ളതാണ്, ഇത് സഹിക്കണമെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇത് മാത്രം സഹിക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടാറില്ല. ഞാൻ ഉരുളും കിടക്കയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും, കുറേ ചീത്ത പറയും. എനിക്ക് ആൺകുട്ടിയായാൽ മതിയായിരുന്നു എന്ന് വരെ ഞാൻ പറയാറുണ്ട്. പെൺകുട്ടിയായി ഇത് വെറുതെ ആയി പോയി എന്ന് വരെ പറയാറുണ്ട് ഈ പീരീഡ്സ് ആവണ സമയങ്ങളിൽ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ സ്കാനർ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. ഞാനതെൻ്റെ കഴുത്തിലിട്ടു. അതുപോലെ തന്നെ ഇതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടിയ തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറുവേദന വരുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും, പീരീഡ്സ് ആവണ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഞാൻ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇതിന് ശേഷം ഈ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ വയറുവേദന, പീരീഡ്സ് ആകുമ്പോൾ എൻ്റെ വയറുവേദന മാറി. എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ. കാരണം അന്നത്തെ ദിവസം എൻ്റെ ഒരു നോർമൽ ഡേ ആയിട്ട് തന്നെ കടന്നു പോകും. ആരും അറിയില്ല ഞാൻ പീരീഡ്സ് ആയത് ഓഫീസിൽ. അത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന, ഇതെന്നെ സംബന്ധിച്ച് വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളാണിത്. ഇത് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രം കിട്ടിയപ്പോൾ എനിക്കത് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാനൊരു കാറ്റീസ് അധ്യാപികയാണ് ഞങ്ങളുടെ പള്ളിയിൽ. എന്നിട്ട് പോലും എനിക്ക് ആ പേപ്പർ കൊടുക്കാനായിട്ട് വളരെയധികം ഒരു ചമ്മലായിരുന്നു. ആളുകൾ തിരിച്ചു തന്നാലോ, എന്തിനാ ഇത് കൊടുക്കണേ എന്നുള്ളൊരു മനോഭാവമായിരുന്നു. ഞാനപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നേക്കും. എന്നിട്ട് അമ്മ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എൻഡിങ് കൂടും എന്ന് പറഞ്ഞിട്ട് കൊടുക്കണതായിരുന്നു എൻ്റെ പതിവ്. പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത് ധാരാളം പേരുടെ സാക്ഷ്യം ഞാൻ കേൾക്കാൻ തുടങ്ങി. അതുപോലെ ധ്യാനത്തിലും അച്ഛൻ പറയാറുണ്ട് നമ്മൾ ഇത് പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണമെന്ന്. അതിനുശേഷം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ റോട്ടുകളിൽ പോകുന്ന ആളുകളോട് അടുത്തത് വിശ്വാസപ്രമാണം ചൊല്ലും. ഞാൻ അതിന് തന്നെ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഓരോ പേപ്പറിൽ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ തിരിച്ചു തരരുതേ, അവരത് വായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേപ്പർ കൊടുക്കാറുള്ളത്.
അതുപോലെ തന്നെ എൻ്റെ പിള്ളേർ, എൻ്റെ കാറ്റിസത്തിൽ എൻ്റെ കുട്ടികൾക്ക് ഞാനത് അവരെ വീടുകളിൽ കൊണ്ടു കൊടുക്കും. അതിനുശേഷം അവരത് വായിച്ചിട്ട് എനിക്ക് ഡെയിലി ഗ്രൂപ്പിൽ എനിക്ക് അയച്ചു തരും, ടീച്ചറെ ഞങ്ങളിത് വായിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ 7ാം ക്ലാസ്സിലെ 7 കുട്ടികൾ അത് ഡെയിലി അത് വായിക്കും. എനിക്കത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അവർ പ്രാർത്ഥനയിൽ എന്തിൽ ചെറിയ ചെറിയ പിന്നോക്കത്തിലാണെങ്കിലും അവർ പേപ്പർ വായിക്കാനും അതുപോലെ തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും പഠിച്ചു. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യാറുള്ളത്, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാനൊരു ചെറിയ എമൗണ്ട്, അതെനിക്ക് സാലറി കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഞാനത് കൊണ്ടു കൊടുക്കും. കാരണം അധികം ദിവസം വെക്കാനായിട്ട് അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സാലറി കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഞാനൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മാതാവ് ഇന്ന് ആർക്കാണ് അത് കൊടുക്കേണ്ടത്, മാതാവേ നീ തന്നെ അതൊരു കാണിച്ചു തരണം. എനിക്കറിയാത്ത ആളുകളായിരിക്കും, ഞാനത് കടന്നു പോകുന്ന വഴിയിലായിരിക്കും, പക്ഷെ അത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ചിലരെന്നെ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്. ഞാനപ്പോൾ അവരോട് പറയും, ഞാൻ തന്നതല്ല, അമ്മ മാതാവ് തന്നതാണ്, മാതാവാണ് എൻ്റെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കാറുള്ളത്. വളരെയധികം സന്തോഷം ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയാനായിട്ട് സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും, നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. രോഷ്നി എന്ന ഈ മകൾ ഉടമ്പടിയെടുത്ത് വളരെ വിശ്വസ്തയോടുകൂടി മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ വേദനകളെല്ലാം പരിശുദ്ധ അമ്മയെ അറിയിക്കുകയും എനിക്ക് എന്തുകൊണ്ട് ഈ അപമാനം, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ട് എന്നെപ്പോലുള്ളവർ ജോലി ചെയ്തിരുന്നവർക്കെല്ലാം പ്രൊമോഷൻ ലഭിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നില്ല എന്നൊരു വലിയ സങ്കടത്തോടെ ആണ് പരിശുദ്ധ അമ്മയെ സമീപിച്ചുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത്. തികച്ചും ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ്. ഈ മകളുടെ എല്ലാ യോഗ്യതകളും 0 ആയി കഴിഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് കൃപ വർഷിക്കാനുള്ള വലിയ ഒരു സാഹചര്യം നൽകുന്നത്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത് പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് ദൈവപിതാവിന് ഒരു വലിയ സാധ്യത, ഈശോ അമ്മയുടെ ഉദരത്തിൽ ഉടമ്പടി ചെയ്യാനുള്ള ഒരു വലിയ സാധ്യത ദൈവപിതാവിനുണ്ടായത്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ മാത്രമേ കാര്യങ്ങളെല്ലാം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകൂ എന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു വലിയ വലിയ അത്ഭുതങ്ങളാണ് ഈ അൾത്താരയിൽ മക്കൾ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. രോഷ്നിയുടെ ജീവിതത്തിലും സംഭവിച്ചത് തന്നെയാണ്. വലിയ ഒരു റിജക്ഷൻ്റെ അപമാനത്തിലൂടെ ഈ മകൾ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുകയില്ല, അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ ഇല്ല, ബാങ്ക് മാനേജറാകാനുള്ള യോഗ്യതയില്ല എന്ന ഒരു റിജക്ഷൻ വന്ന ആ സെയിം ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ മകൾക്ക് ഒരു ബാങ്ക് മാനേജറായിട്ടെന്ന് ദൈവം ഉയർത്തിയിരിക്കുന്നത്. അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വഴികൾ അതാണ്. നമുക്കറിയാം, അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഈശോയുടെ ഒരു വലിയ കൈവെപ്പ്. മറ്റുള്ളവരെല്ലാം നമ്മെ റിജക്റ്റ് ചെയ്യുമ്പോൾ, എല്ലാ സാധ്യതകളും അടഞ്ഞു പോകുമ്പോൾ, അതിൽ നിന്ന് തന്നെ ഒരു വലിയ പരുന്തിനെ പോലെ പറന്നുയരാനുള്ള വലിയ സാധ്യത നമുക്ക് നൽകുന്നു. ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ നാം കേൾക്കുകയുണ്ടായി, ഇവിടേക്ക് വളരെ വിഷമത്തോടെ നടന്നു വരുന്നവർ പറന്നു പോകുന്ന വലിയ ജീവിതാനുഭവങ്ങൾ നാം കാണുകയുണ്ട്. അതുപോലെ തന്നെ ചിലരെല്ലാം ഇതൊരു തീർത്ഥാടന പള്ളികളെ പോലെ ഉള്ള ഒരു ഉദാഹരണം അച്ഛൻ പറയുകയുണ്ടായി. തീർത്ഥാടന പള്ളികൾ നമ്മെ പെയിൻറ്റ് ചെയ്തു വിടുകയുള്ളൂ, പക്ഷേ ഉടമ്പടി കൃപാസനത്തിൽ നിങ്ങളെ പൊളിച്ചു പണിയുമെന്ന്. നമ്മളെ പൊളിച്ചു പണിയുന്ന ഒരു വലിയ ജീവിതാനുഭവം നമുക്ക് ഈ ആലയത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ തന്നെ ആത്മീയ വശങ്ങളെയും നമ്മുടെ ഭൗതിക വശങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിക്കുകയും ഇതൊരു ജീവിതചര്യയാവുകയും ചെയ്യുന്ന ജീവിതാനുഭവം നമുക്കുണ്ടാകുന്നു. ആട്ടിടയനായ ദാവീദിനെ ദൈവം ഒരു രാജാവാക്കി മാറ്റാൻ ഒരു അഭിഷേകത്തിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായുള്ളൂ. അഭിഷേകത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് നാം കടന്നു പോകേണ്ട വഴികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മകളുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മകളുടെ 10ാം ക്ലാസ് മുതലുള്ള വളരെ ചെറുപ്രായം മുതലുള്ള മെൻസ്ട്രൽ ഇഷ്യൂസ് മുഴുവനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മകളെ ഈശോ തൊട്ടു സുഖപ്പെടുത്തി. ബൈബിളിൽ നാം വായിച്ചെടുക്കുന്നത് ഒരു സ്ത്രീ മാത്രമാണ് ഈശോയെ തൊട്ടു എന്ന് പറയുന്നത്. ഈശോയിൽ നിന്ന് ശക്തി പ്രവഹിച്ചത് അവളുടെ വിശ്വാസം വർദ്ധിക്കുവാനും അവൾക്ക് സൗഖ്യമുള്ളവളാകുവാനും അതിടയായി എന്ന് നാം വായിച്ചെടുക്കുന്നു.
നമുക്ക് പരിപൂർണമായി വിശ്വസിക്കുകയും വിശ്വസ്തയോടുകൂടി നമ്മുടെ ഉടമ്പടി ജീവിക്കുകയും ചെയ്യാം. അതോടെ നമുക്ക് നിത്യതയിലേക്കുള്ള നമ്മുടെ ചുവടുകൾ ദൃഢമാക്കുകയും ചെയ്യാം. രോഷിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജ്യോതിലക്ഷ്മി, ഇതെൻ്റെ അനിയത്തി ജയലക്ഷ്മി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടില്ലായിരുന്നു. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 4-5 വർഷമായിട്ട് വാടകയ്ക്കാണ്. അപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അതിൽ അനുഭവിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് നടക്കുന്നവർക്കേ അറിയുള്ളൂ അതിൽ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 2-3 വീട് മാറിയതിന് ശേഷം 4മതൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹൗസ് ഓണർ പെട്ടെന്ന് വന്ന് പറഞ്ഞു, രാവിലെ വന്ന് പറഞ്ഞു, പെട്ടെന്ന് വീട് മാറിക്കൊടുക്കണം, അവർക്ക് പുതുക്കി പണിയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരുപാട് വീട് അന്വേഷിച്ച് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട് പുള്ളി കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട. അതിനുശേഷം ഹസ്ബൻഡും അതുപോലെ എൻ്റെ അമ്മയും പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെന്ന് നോക്കി, കുഴപ്പമില്ല, മാതാവ് തന്നതായിരിക്കുമെന്ന് കരുതി ഞങ്ങളതിന് വാക്ക് പറഞ്ഞു. അതിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതെടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച സാഹചര്യമുണ്ട്. അതിനുശേഷം പൈസ മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ കാരണങ്ങളിലൂടെയും സ്വർണം വിൽക്കാൻ പോയ സന്ദർഭത്തിലൂടെയാണേലും മാതാവ് പൈസ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് ആ ഭവനം ഞങ്ങൾക്ക് സ്വന്തമാക്കാനൊത്തു. 15 സെൻറ്റ് സ്ഥലവും ഒരു വീടും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം അതിൻ്റെ ബാക്കി അറ്റകുറ്റപ്പണികളാണേലും കാരണങ്ങളാണേലും മാതാവിൻ്റെ കൃപ കൊണ്ട് നടന്നു. പിന്നീട് ഞങ്ങൾ 1 മാസം കൊണ്ട് അവിടെ പ്രവാസത്തിൽ നടത്തി. ആ സന്ദർഭത്തിൽ പോലും ഞാൻ എൻ്റെ മാതാവിനെ ഞാൻ വിട്ടില്ല. മാതാവിൻ്റെ രൂപം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ താമസിച്ച വാടക വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് തലേന്ന് മാതാവിന് പ്രാർത്ഥിച്ച് ആ വീടിന് വലം വെച്ച് അകത്തുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളവിടെ ഗൃഹപ്രവേശനം നടത്തിയത്. അതിനാൽ തന്നെ എൻ്റെ അമ്മ മാതാവ് തന്ന വീടായതിനാൽ എൻ്റെ അമ്മ മാതാവാണ് അതിന് അവകാശി. അതിനാൽ ഞാൻ ആ വീടിന് കൃപാനിധി എന്ന് പേരിട്ട്, അതിനുശേഷം അതെൻ്റെ അമ്മ മാതാവിൻ്റെ വീടാണെന്നാണ് ഞാൻ ഇപ്പോഴും സങ്കല്പിക്കുന്നത്. കാരണം ഞങ്ങളവിടെ താമസിക്കുന്നതേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴാണേലും ഈ വീട് മേടിക്കുമ്പോഴും കുറേ തടസ്സങ്ങൾ വന്നപ്പോഴും എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നതും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നതും. പിന്നീട് ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് അത് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. അതിനുശേഷം അമ്മ മാതാവിൻ്റെ കാശ് രൂപ ഉപ്പും അവിടെ കൊണ്ടിട്ടതിന് ശേഷമാണ് അത് കച്ചവടമായത്. പിന്നീട് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുന്നത്, ലോണിന് എവിടെ ചെന്നാലും ലോൺ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പേപ്പർ ശരിയാകത്തില്ല, പേപ്പർ ശരിയായി കഴിഞ്ഞാൽ വേറെ പല പേപ്പർ കൊണ്ടുചെല്ലാൻ പറയും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു പേപ്പർ ഞങ്ങൾക്ക് മിസ്സിങ് ആയ സന്ദർഭത്തിൽ പോലും മാതാവ് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച് ആ ലോൺ സാങ്ഷനാക്കി 7 ലക്ഷം രൂപ എൻ്റെ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം എൻ്റെ അച്ഛന് ഓഹരി കൊടുത്തെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അവിടെ വഴിയില്ല. ജസ്റ്റ് ഒരു വഴി കൂടി പോകും, ഒരു ബൈക്ക് കയറുന്ന വഴി കൂടി പോകുമെന്നല്ലാതെ കണ്ട് ഞങ്ങൾക്ക് വഴി തന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ദുരന്തം അതിൽ അനുഭവിച്ച്, തല്ലായി, വഴക്കായി, കേസായി, ബഹളമായി, ഒരുപാട് ത്യാഗം സഹിച്ച് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ ആ വീട് വെച്ചിട്ട് പോലും അതിലൊന്നും താമസിച്ചിട്ട് പോലും ഇല്ല സ്വസ്ഥവും സമാധാനമായിട്ട്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞ് വഴി കിട്ടത്തില്ല. കാരണം ഞങ്ങളുടെ ബന്ധു തന്നെയാണ് വഴി തരാത്തത്. പുള്ളി ആ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്ത്. പിന്നെ ഇനി ഒരു ഓപ്ഷനും ഇല്ല. എല്ലാവരും പറഞ്ഞ് ആ മേടിച്ച ആൾക്ക് തന്നെ തുച്ഛമായ വിലക്ക് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. കാരണം 8.5 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടും ഉണ്ട്. പലരും വന്ന് ചോദിച്ചു 8 ലക്ഷം രൂപ തരാം, 9 ലക്ഷം രൂപ തരാം. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല. അച്ഛനോടും പറഞ്ഞ് കൊടുക്കണ്ട, വേറൊന്നുമല്ല, മാതാവ് ഇടപെടും. കാരണം ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഒരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതിനേലി വലുത് മാതാവ് നമുക്ക് എവിടെയോ കരുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഞാനത് വിശ്വസിച്ച് ഞാൻ അച്ഛനെ കൊണ്ട് വിപ്പിച്ചില്ല. 4 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട്. ഈ അച്ഛൻ അവിടെയും ഞങ്ങൾ വേറൊരു വീട്ടിൽ വാടകയ്ക്കുമായിട്ട് താമസിച്ചു. അതിനുശേഷം ആ മേടിച്ച ആൾ തന്നെ ഞങ്ങളോട് വന്ന്, എൻ്റെ അച്ഛനോട് വന്ന് പറഞ്ഞു, ഇന്ന പോലെ സ്ഥലം കൊടുക്കുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തോ ആണോ പൈസ ഉള്ളത് വഴിയായിട്ട് തരാം, പുറകിൽ നിങ്ങൾക്ക് ആ സ്ഥലം അങ്ങ് തരാമെന്ന് പറഞ്ഞു. എങ്കിലും മാതാവ് കൊണ്ടുവന്നതായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാരണങ്ങൾ നീക്കി ലോൺ സാങ്ഷനാക്കി. പെട്ടെന്ന് ലോൺ ശരിയായി. ഞങ്ങൾ ആ സ്ഥലം എടുത്ത് പ്രമാണം കഴിഞ്ഞു. ഇപ്പം ഡിസംബറിൽ പ്രമാണം നടന്നു.
ഏറ്റവും കൂടുതൽ രണ്ടാഗ്രഹമായിരുന്നു എനിക്കൊരു വീടും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയും. അത് ഈ ഞങ്ങൾ ജപമാല റാലിക്ക് വരുമായിരുന്നു. ഇത്തവണത്തെ ജപമാല റാലി വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് മുമ്പേ റാലിക്ക് വരാൻ നേരത്തെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും എൻ്റെ വീട്ടുകാർക്ക് ആ വഴിയും നീ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. മാതാവ് അത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അത് കോടാനുകോടി നന്ദിയുണ്ട് മാതാവിന്. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ആശുപത്രികളിൽ, അതുപോലെ കുരിശടികളിൽ. എന്നെ കഴിയാവുന്ന രീതിക്ക് ഞാൻ മറ്റുള്ളവർക്ക് പൈസ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിയും പത്രങ്ങൾ കൊണ്ട് നടന്ന് വർക്കിന് പോകുമ്പോഴാണേലും ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കണം, കൃപാസനത്തിൽ പോകണമെന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബൈബിള് പരമാവധി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊന്ത ചൊല്ലും. അങ്ങനെ മാതാവ് തന്ന നന്ദി, ഒരുപാട് നന്ദിയുണ്ട് മാതാവിന്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ പല പല കാരണങ്ങളിലും മാതാവ് ഇടപെടുന്നുണ്ട്. കോടാനുകൂടി നന്ദി. കർത്താവിനെ കാത്തിരിക്കുവിൻ, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായത് അവിടുന്ന് നിന്നെ ആദരിക്കും. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കുമെന്നാണ് സങ്കീർത്തനം 37-34 വചനം പറയുന്നത്. ജ്യോതിലക്ഷ്മി എന്ന മകളുടെ സാക്ഷ്യവും അതുതന്നെയാണ്. കർത്താവിനെ കാത്തിരിക്കുവിൻ. വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പാണ്, ക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ്. ഈ മകള് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 4 വർഷമായി വാടകയ്ക്ക് താമസിച്ചിരുന്നു. ദൈവിക പദ്ധതിയിൽ ഉറച്ച വിശ്വാസത്തോടെയാണ് ഉടമ്പടി ജീവിതം നയിച്ചത്. ഈ മകളുടെ ഈ 4 വർഷത്തെ വാടകയ്ക്കുള്ള താമസത്തിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം 15 സെൻറ്റ് സ്ഥലവും ഒരു നല്ലൊരു വീട് നിർമ്മിക്കുവാനായിട്ട് സാധിച്ചത്. ഈ മകൾ പറഞ്ഞ പ്രകാരം ഇത് മാതാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഉടമ്പടി എടുത്തതിന് ഉടനടി പരിഹാരം എന്ന് പറയുന്ന പോലെ അമ്മ മാതാവാണ് അതിന് അവകാശി എന്നാണ്. കാരണം ഇവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു. കയ്യിലൊന്നുമില്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആ കർത്താവിനായിട്ട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഈ മക്കൾ കാത്തിരുന്ന് ഒരു കുടുംബം മുഴുവനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാവരും ചേർന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് കൃപാനിധി എന്ന ഒരു ഫാമിലി, ഒരു ഭവനം നിർമ്മിക്കുവാൻ സാധിച്ചത്. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മക്കൾ കരുതുന്നത്. പിന്നീടുണ്ടായിരുന്ന ഒരു സ്ഥലം വിൽപ്പനയായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ കാശുരൂപമിട്ട് ഉടമ്പടി ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ സ്ഥലവും വിൽക്കാൻ സാധിച്ചത്. ഇതെല്ലാം വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. വഴിക്കുവഴിയായിട്ടുള്ള പിന്നീടുണ്ടായിരുന്ന പ്രശ്നം, ഓഹരിയായിട്ട് ലഭിച്ച ഒരു സ്ഥലത്തിനായിരുന്നു, വഴിയില്ലായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതിനെല്ലാം ഒരു പുതിയൊരു പുത്തൻ വഴിയാണ് ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. ദൈവിക പദ്ധതിയിൽ ഉറച്ച വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഭവനം വയ്ക്കുവാനും സ്ഥലം വിൽക്കുവാനും ലോൺ കിട്ടുവാനും ഒരുപാട് പ്രതിസന്ധികളിൽ തരണം ചെയ്ത് വിശ്വാസത്തോടെ നിലനിൽന്നുകൊണ്ട് മാത്രമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയത്. കാത്തിരിക്കുന്നവർ, ജോലി കിട്ടാൻ കാത്തിരിക്കുന്നവർ, രോഗികളായവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിഷമിക്കുന്നവർ, അങ്ങനെ പല അവസ്ഥകളിലുള്ളവരാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയും അമ്മയെ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല എന്നുള്ളൊരു വലിയ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. കർത്താവിനെ കാത്തിരിക്കുന്നവർ അവർക്ക് അവകാശമായത് ദൈവം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ പ്രശ്നങ്ങളിലും ഓടിപ്പോകാതെ കർത്താവിനായി കാത്തിരിക്കാം. ഈശോയുടെ മാർഗം നമുക്കും പിന്തുടരാം. പരിശുദ്ധ അമ്മയാണ് നമ്മെ ആ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ അമ്മയുടെ കൂടെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നയിച്ച് നമുക്കും കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. ഈ മക്കൾ പറഞ്ഞ പോലെ പ്രേക്ഷിത പ്രവർത്തനവും ബൈബിളും കൊന്തയും കുടുംബ പ്രാർത്ഥനയും എല്ലാം ഈ കുടുംബം ക്രൈസ്തവരാണെങ്കിൽ പോലും ഇവർ വിശ്വാസത്തോടെയാണ് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് ഈശോയും അമ്മയും ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് ദൈവത്തെയും മഹത്വപ്പെടുത്താനായിട്ടാണ് ഇന്നിവർ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിനായി കാത്തിരിക്കാം. നമുക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജ്യോതിലക്ഷ്മിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആവേ മരിയ.